ഇപ്പോൾ മോദി കാണിക്കുന്ന മര്യാദകളുണ്ടല്ലോ, നോക്കൂ. പിണറായി വിജയൻ വരാൻ വൈകി. പിണറായി വന്നപ്പോൾ പിണറായിയുടെ അടുത്തേക്ക് ഇന്ന് പിണറായിയുടെ കൈ പിടിച്ചുകൊണ്ട് വന്ന് മോദി ഇരുത്തി. പിണറായി തിരിച്ചു കാണിക്കുമോ? എനിക്ക് വിഖ്യാതമായൊരു ചിത്രം, കുപ്രസിദ്ധമായൊരു ചിത്രം ഓർമ്മയുണ്ട്. പിണറായി ഉൾപ്പെടെ എല്ലാ CPM നേതാക്കന്മാരും ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ കയറി വരുന്നു. പിണറായി ഒഴികെ സകലരും എണീറ്റു. പിണറായി എണീറ്റില്ല. VS വന്നിട്ട് പ്രായം കൊണ്ട്, പാർട്ടിയിലെ സീനിയോറിറ്റി കൊണ്ട്, മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആൾ ആയിട്ടും എണീക്കാത്തൊരു പിണറായി വിജയനുണ്ട്. ആ പിണറായി വിജയനെയാണ് ഇന്നലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, 148 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രി, ലോകാരാധ്യനായ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും 10-25 രാജ്യങ്ങൾ പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ചിട്ടുള്ള, ലോകത്ത് എന്ത് പ്രശ്നമുണ്ടായാലും ഇന്ത്യ, മോദി അഭിപ്രായം പറയണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്ന ലോക നേതാവായ നരേന്ദ്രമോദി അങ്ങോട്ട് ചെന്ന് സ്വീകരിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ അവിടെ ഉണ്ടായ മറ്റ് പ്രകടനങ്ങളൊക്കെ കണ്ടു. ആശാനാഥിൻ്റെ പാദം തൊട്ട് നമസ്കരിക്കുന്നതും ആശ കണ്ണീർ പാർക്കുന്നതും, ആശ കരഞ്ഞു, ആശ കണ്ണീർ തുടയ്ക്കുന്ന ചിത്രം ഞാൻ കണ്ടു. അപ്പോൾ ഇതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ശ്രീലേഖയുടെ കാര്യം, ശ്രീലേഖ ഇപ്പോൾ പറയുന്നത്, ശ്രീലേഖ, എനിക്കറിയില്ല ശ്രീലേഖ ഇതിനൊക്കെ എന്തിനാണ് പ്രതികരിക്കാൻ പോകുന്നത്, എനിക്കറിയില്ല. അല്ല, എപ്പോഴും ഇങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? അതും ഉചിതമായ രീതിയിലുള്ള കാര്യമല്ലല്ലോ സർ. അല്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം അവരൊരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല. രാഷ്ട്രീയക്കാർക്കുണ്ട്, ചിലതൊക്കെ ഇഗ്നോർ ചെയ്യുക, ചിലത് മൈൻഡ് ചെയ്യാതിരിക്കുക, പോട്ടപുല്ലെന്ന് വെക്കുക. ഇതൊക്കെ ഒരു കാര്യം. എന്തിനും ഇത് ശ്രീലേഖ പ്രതികരിക്കണമെന്ന് ആരും ക്ഷണിക്കുന്നു. കാരണം ഇതൊക്കെ മാധ്യമ പ്രവർത്തകരുടെ കുത്തിത്തിരിപ്പുകളാണ് എന്നവർക്ക് മനസ്സിലായിട്ടില്ല.